ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം വക്കീൽ വാസു. ഈ അടുത്ത ദിവസങ്ങളായി സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: കോക്രോച്ച് ജനത പാർട്ടി. ഇതെന്താ വക്കീലെ, ഇന്ത്യയിൽ പുതിയ വല്ല രാഷ്ട്രീയ പാർട്ടിയും വന്നോ എന്ന് ചോദിച്ചാൽ സംഗതി സത്യമാണ്. പക്ഷേ ഇതൊരു സാറ്റയർ അഥവാ പരിഹാസ രൂപേണ തുടങ്ങിയ ഡിജിറ്റൽ പാർട്ടിയാണ്. ഇതിന്റെ ഉത്ഭവം നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്നാണ്. അതെങ്ങനെയെന്ന് വക്കീൽ വാസു പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു കേസ് പരിഗണിക്കുന്നതിനിടയിൽ വ്യാജ ഡിഗ്രികൾ എടുത്ത് വക്കീൽ പണിയിലേക്കും മീഡിയയിലേക്കും സോഷ്യൽ മീഡിയയിലേക്കുമൊക്കെ കടന്നുകൂടുന്ന ചിലരെ പാറ്റകളോടും പരാതങ്ങളോടും ഉപമിച്ച് സംസാരിച്ചിരുന്നു. ജോലി കിട്ടാതെ RTI ആക്ടിവിസ്റ്റുകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുമായി മാറി സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുന്ന ചില ചെറുപ്പക്കാർ പാറ്റകളെപ്പോലെയാണെന്ന രീതിയിലാണ് ആ വാക്കാൽ പരാമർശം വന്നത്. ഈ പരാമർശം പുറത്തുവന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമുയർന്നു. ചീഫ് ജസ്റ്റിസ് തൊഴിലില്ലാത്ത രാജ്യത്തെ ചെറുപ്പക്കാരെ മുഴുവൻ അപമാനിച്ചു എന്ന രീതിയിൽ ചർച്ചകൾ കൊഴുത്തു. തൊട്ടുപിന്നാലെ താൻ രാജ്യത്തെ ഉദ്യോഗസ്ഥരെയോ യുവാക്കളെയോ അല്ല ഉദ്ദേശിച്ചതെന്നും വ്യാജ സർട്ടിഫിക്കറ്റ് കാണിച്ച് മേഖലകളിൽ കടന്നുകൂടുന്ന തട്ടിപ്പുകാരെയാണ് ഉദ്ദേശിച്ചതെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഈ പാറ്റ പ്രയോഗം ചെറുപ്പക്കാർ അങ്ങോട്ട് ഏറ്റെടുത്തു. അഭിജിത്ത് ദിബ്കെ എന്നയാൾ എക്സിലും ഇൻസ്റ്റാഗ്രാമിലും കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു പേരിൽ ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് പ്രഖ്യാപിച്ചു. തൊഴിലില്ലാത്തവരുടെ മടിയന്മാരുടെ ശബ്ദം എന്ന ടാഗ്ലൈനോടെ തുടങ്ങിയ ഇതിലേക്ക് ദിവസങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ഗൂഗിൾ ഫോം വഴി അംഗത്വമെടുത്തത്. ഇതൊരു തമാശ പാർട്ടിയാണെങ്കിലും ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ കടുപ്പമാണ് കേട്ടോ. ചീഫ് ജസ്റ്റിസുമാർ വിരമിച്ച ശേഷം അവർക്ക് രാജ്യസഭാ സീറ്റോ മറ്റ് പദവികളോ നൽകരുത്. ജനപ്രതിനിധികൾ പാർട്ടി മാറിയാൽ 20 വർഷത്തേക്ക് വിലക്കണം. പാർലമെന്റിൽ 50% വനിതാ സംവരണം വേണം എന്നൊക്കെയാണ് ഇവരുടെ ഡിമാൻഡുകൾ. അധികാരികൾ ജനങ്ങളെ ചെറുതായി കാണുമ്പോൾ അതിനെ കോമഡിയിലൂടെയും ട്രോളിലൂടെയും നേരിടുന്ന ഒരു അടിപൊളി ജെൻസെറ്റ് രീതിയാണിത്. എന്തായാലും പാറ്റകൾ ഒടുക്കത്തെ അതിജീവന ശേഷിയുള്ള ജീവികളാണ്. ആണവ സ്ഫോടനത്തെ പോലും അതിജീവിക്കും. അതുപോലെ ഈ കോക്രോച്ച് പാർട്ടിയും സിസ്റ്റത്തിനുമേൽ പതുക്കെ ഇഴഞ്ഞു കയറുമോ എന്ന് നമുക്ക്